സോ നമ്മൾ ബഡ്ജറ്റ് മെത്തോളജിയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഡെവലപ്മെൻറ്റ് ഓഫ് ആനുവൽ ബഡ്ജറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ബഡ്ജറ്റും എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. സോ നമ്മൾ ഇന്നെടുക്കുന്ന പോർഷൻ ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ ആൻഡ് സപ്പോർട്ടിംഗ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതാണ്, ഒരു ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതാണ്. എങ്ങനെയൊക്കെയാണ് ഓരോ ബഡ്ജറ്റുകളുമായിട്ട് ലിങ്ക് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഓരോ ബഡ്ജറ്റും അതിൻ്റെ ഓർഡറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബഡ്ജറ്റിംഗ് സൈക്കിൾ എന്നാൽ എന്താണ് എന്നുള്ളതാണ്. ബഡ്ജറ്റിംഗ് സൈക്കിൾ ഇസ് എ പ്രോസസ് ദാറ്റ് ഗോസ് ഓൺ ത്രൂ ദ ഇയർ ഈവൻ ദോ ദ ബഡ്ജറ്റ് ഈസ് പ്രോബബ്ലി കംപ്ലീറ്റഡ് ബിഫോർ ദ ഇയർ ബിഗിൻസ്. ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബഡ്ജറ്റ് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൂടെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗോത്രൂ നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ ത്രൂ ഔട്ട് ബഡ്ജറ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വൽ റിസൾട്ടും ബഡ്ജറ്റിംഗ് റിസൾട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയൻസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ, വേരിയൻസ് കണ്ടുപിടിക്കുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഗോ ത്രൂ ഔട്ട് പോകുന്നതിലൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത്, കമ്പാരിസൺ ചെയ്യുന്നൊക്കെ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഒന്നാമത്തത് യൂസിങ് ഡാറ്റ ഫ്രം പാസ്റ്റ് പെർഫോമൻസ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ, അല്ലേ. നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ, പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഓരോ പ്ലാൻസ് ഉണ്ടാക്കി കമ്പനിയുടെ പെർഫോമൻസ് അടുത്ത വർഷം വളരെ നന്നായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്, നമ്മൾ പാസ്റ്റിലെ പെർഫോമൻസിൻ്റെ മെഷർമെൻറ്റുകൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് പ്രതീക്ഷിക്കുന്നത്. സോ ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്, ആനുവൽ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോഫിറ്റ് പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിൻ്റെ എന്താണ് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് ത്രൂ ഔട്ട് ദ പീരീഡ്, അല്ലേ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ റിസൾട്ട് ആർ ബി റിപ്പോർട്ടഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ദ ബഡ്ജറ്റ് മന്ത്ലി ഓർ ക്വാർട്ടർലി. നമ്മുടെ കമ്പനി ഒരു മന്ത്ലി ബേസിലോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി, അല്ലേ, ഓരോ ക്വാർട്ടർലിയിലോ എന്ത് ചെയ്യണം, നമ്മൾ വെച്ചിരിക്കുന്ന ബഡ്ജറ്റഡ് ഫിഗേഴ്സും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്ച്വൽ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായി കമ്പയർ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ കൃത്യമായി ഉണ്ടാക്കിയിരിക്കണം. മൂന്നാമത്തത് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഇൻവെസ്റ്റിഗേറ്റുകളിലേക്ക് ആർക്ക് അസിസ്റ്റ് ചെയ്യുന്നത്, മാനേജേഴ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന ആരാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം വേരിയൻസുകൾ കണ്ടെത്തുന്നത്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതുവഴി നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുത്തിക്കുന്നതും ആരാണ്, അവരാണ്, അല്ലേ. കാരണം നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ബഡ്ജറ്റിംഗ് പ്രോസസ്സിങ് നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലേ, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒന്നെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് വളരെയധികം മാറും, നമുക്ക് അച്ചീവ് ചെയ്യാനേ സാധിക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നല്ലൊരു സെയിൽസ് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് എന്തെന്നു നമുക്ക് നമ്മുടെ സാധനങ്ങൾക്കെതിരെ ഒരു കോമ്പറ്റേറ്റീവ് പെട്ടെന്ന് പുതിയൊരു പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളുടെ സെയിൽസ് നമ്മൾ പ്രതീക്ഷിച്ച നടക്കില്ല. കാരണം എക്സ്റ്റേണലി ഒരു സിറ്റുവേഷൻ വന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ റിവിഷൻ ചെയ്ത് കണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ആരുടെ ഹെൽപ്പോട് കൂടി നടത്തുന്നതാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിൻ്റെ ഹെൽപ്പോട് കൂടി നടത്തുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനേജ്മെൻറ്റ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ പോയി മോണിറ്റർ ചെയ്തിരിക്കണം, അല്ലേ. എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ആക്ച്വൽ റിസൾട്ടും പ്ലാൻഡ് റിസൾട്ടും തമ്മിലുള്ള അതേ പീരീഡിൽ വരുന്ന കാര്യങ്ങളിൽ വരുന്ന മാർക്കറ്റിൻ്റെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണ്, അല്ലേ. നമ്മളൊരു സാധനം മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലേ, അവരത് വാങ്ങിക്കുന്നുണ്ടോ, അവരുടെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ചുമതലയും ആർക്കുള്ളതാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടുകൾക്ക് ഉള്ളതാണ്. സോ നമ്മൾ ബഡ്ജറ്റിംഗ് സൈക്കിളും കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് എങ്ങനെയാണ് ആനുവൽ അല്ലെങ്കിൽ മാസ്റ്റർ ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലാൻ എന്നീ സാധനം ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലേ. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ഒരു പീരീഡ് ഓഫ് എൻഡിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റുകളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു കൺസൈൻഡ് അല്ലെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് സാധനമാണ് എന്താണ് ഈ പറയുന്നത്, മാസ്റ്റർ ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലാൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇത് ഉണ്ടാക്കുന്ന ആരാണ്, ആദ്യം ബഡ്ജറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ കമ്പനിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഉണ്ടാക്കുന്ന ബഡ്ജറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒന്നിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ ബഡ്ജറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൻ്റെയും ബഡ്ജറ്റുകൾ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്.
സോ ഇതിന് ചിലപ്പോൾ ചില കമ്പനികൾക്ക്, വലിയ വലിയ കമ്പനികൾക്ക് ഇത് മാസങ്ങളോളം എടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾ എടുക്കാം. വലിയ ലാർജ് കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് മാസങ്ങൾ വരെ എടുക്കും ഇങ്ങനെ ഒരു മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, അവർക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൻ്റെയും ബഡ്ജറ്റുകൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്ത് അത് കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് ചെയ്യണം. സോ നമ്മളിങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനൊരു പ്രോഫിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ കറക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് അതിൽ ഇൻവോൾവ് ആയിരിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായി അതിൽ ഇൻവോൾവ് ആയിരിക്കേണ്ട കറക്റ്റ് പീപ്പിൾസ് ആരാണ്? ഹൈ ലെവൽ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ലോ ലെവൽ മാനേജേഴ്സ് വരെയുള്ള എല്ലാവരും ഇതിൽ എന്ത് ചെയ്യണം, ഈ ബഡ്ജറ്റുമായി അഫക്റ്റ് ചെയ്യുന്ന എല്ലാവരും ഇതിൽ കൃത്യമായി എന്ത് ചെയ്തിരിക്കണം, ഇൻവോൾവ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സോ ലോ ലെവൽ മാനേജേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തുണ്ടാക്കുന്ന ബഡ്ജറ്റിങ്ങിനെ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലോ ലെവൽ മാനേജേഴ്സിനെ വരെ ഇൻക്ലൂഡ് ചെയ്ത് ബഡ്ജറ്റിങ്ങിൻ്റെ പ്രോസസ്സ് ഉണ്ടാക്കുന്ന ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന അത്തരം ബഡ്ജറ്റുകളെ നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ് എന്താണ്? കാരണം ഇത് ലോ ലെവൽ മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് അവർ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും. വളരെ എന്താ പറയുക, അച്ചീവബിൾ ആയിട്ടുള്ള മെഷർമെൻറ്റ്സും ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കൃത്യമായ ഇൻഫോർമേഷൻസ് കിട്ടും. സോ ഇത് നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു, ഓൾമോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നതിലൂടെ എല്ലാ എംപ്ലോയീസും ആ ബഡ്ജറ്റുമായിട്ട്, കമ്പനിയുടെ ഗോളുമായിട്ട് എന്തായിരിക്കും, കമ്മിറ്റഡ് ആയിരിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ട് ഒന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്യണം. സോ ഡെവലപ്മെൻറ്റ് ഓഫ് മാസ്റ്റർ ബഡ്ജറ്റ് അല്ലേ. ഒരു മാസ്റ്റർ ബഡ്ജറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം? മാസ്റ്റർ ബഡ്ജറ്റ് 2 ക്ലാസിഫിക്കേഷൻസിലായിട്ടാണ് വരുന്നത്. ഒന്ന് ഓപ്പറേഷൻ ബഡ്ജറ്റും, 2 ഫൈനാൻഷ്യൽ ബഡ്ജറ്റും. ഇതിനു മുമ്പ് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഓപ്പറേഷൻ ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമായിട്ട് ഓപ്പറേഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റുകളാണ്. ഇത് രണ്ടും കൂടെ ക്ലാസിഫൈ ചെയ്ത്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് എന്ത്, മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പ് ചെറുതായിട്ട് എന്തുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഓപ്പറേഷൻ ബഡ്ജറ്റുകളിൽ ഏതൊക്കെ ബഡ്ജറ്റുകളാണ് വരുന്നത് എന്നും ഫൈനാൻഷ്യൽ ബഡ്ജറ്റുകളിൽ ഏതൊക്കെ ബഡ്ജറ്റുകളാണ് വരുന്നതെന്നും അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഓപ്പറേഷൻ ബഡ്ജറ്റ് പറയാണ്. ഓപ്പറേഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതും അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ബഡ്ജറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓപ്പറേഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്, ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ്, മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് ബഡ്ജറ്റ്, എൻഡിങ് ഇൻവെൻട്രി ബഡ്ജറ്റ് അല്ലേ, ഫിനിഷ്ഡ് ഗുഡ്സിനും ഡയറക്റ്റ് മെറ്റീരിയൽസിനും. അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബഡ്ജറ്റ്, നോൺ മാനുഫാക്ചറിങ് ബഡ്ജറ്റ്. ഇത്രയും ബഡ്ജറ്റുകളാണ് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്, ഓപ്പറേഷൻ ബഡ്ജറ്റുകളിൽ ഇൻക്ലൂഡ് ആകുന്നത്. ഇനി ഫൈനാൻഷ്യൽ ബഡ്ജറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫണ്ടുമായിട്ട്, ഡിസിഷൻസുമായിട്ട് എടുക്കുന്ന വരുന്ന നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള റിസോഴ്സ് ആയിട്ടുള്ള ഫണ്ടുകളുമായി ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബഡ്ജറ്റുകൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് അല്ലേ, അതുപോലെ ക്യാഷ് ബഡ്ജറ്റ്, ബഡ്ജറ്റഡ് ബാലൻസ് ഷീറ്റ്, ബഡ്ജറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. സോ ക്യാഷ് ബഡ്ജറ്റും ബഡ്ജറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോയും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഏറെക്കുറെ സിമിലർ ആണെന്നുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നോക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇതെന്തല്ല ഒരു ആനുവൽ ബഡ്ജറ്റ് ഡെവലപ്മെൻറ്റിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ബഡ്ജറ്റ് അല്ല. പിന്നെ ഇതെങ്ങനെ ഫൈനാൻഷ്യൽ ബഡ്ജറ്റിൽ വന്നു എന്നല്ലേ പറയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആനുവലി നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റിംഗ് ഡെവലപ്മെൻറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതേ അല്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബഡ്ജറ്റുകളാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നത് അല്ലേ, നമ്മളൊരു പ്ലാന്റ് വാങ്ങുന്നത്, നമ്മളൊരു എക്യുപ്മെൻറ്റ് വാങ്ങുന്നത്. എക്യുപ്മെൻ്റൊക്കെ ഹൈലി കോസ്റ്റ്ലി എമൗണ്ട് എക്സ്പെൻസ് ആണ് അല്ലേ. സോ അത്തരം ലാർജ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ അതിന് ശേഷമുള്ളൊരു ഇയറിൽ ഞാൻ എൻ്റെ മെഷീൻ മാറ്റണം, എൻ്റെ കമ്പനിയിലെ മാനുഫാക്ചറിൽ ഒരു മെഷീൻ മാറ്റണം എന്ന് വിചാരിക്കണം. സോ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ ലാർജ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, വർഷങ്ങൾക്ക് മുമ്പേ ഡിസൈഡ് ചെയ്ത് അതിന് വരേണ്ട ഫണ്ടുകൾ എന്തൊക്കെയാണ്, അതിന് വരുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ബഡ്ജറ്റിംഗ് പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റിൽ വരുന്നത്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓരോ ആനുവലി ഉണ്ടാക്കുന്നതല്ല, പകരം നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ എല്ലാ എക്സ്പെൻഡിച്ചർ ലാർജ് ആൻഡ് എക്സ്പെൻസീവ് ആയ കാര്യങ്ങൾക്ക് അഡ്വാൻസ്ഡ് റെക്കോർഡ് പ്ലാനിങ് ആവശ്യമുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ അതിൻ്റെ പർച്ചേസിങ്ങും കൺസ്ട്രക്ഷൻ ആയാലും എന്താണെങ്കിലും അതിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന
ലോങ് ടേം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ബഡ്ജറ്റാണ് എന്ത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കി വെക്കും. എന്തിനാണ് അത്, എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ വർഷവും അതിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അതിലേക്ക് എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ, അതിൽ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ റിവ്യൂസ് ചെയ്യും. ഈ റിവ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ആനുവലി നമ്മളെടുക്കുന്ന ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഒരു ആനുവൽ ബഡ്ജറ്റിംഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ആനുവലി ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ റിവ്യൂ ചെയ്യും. ഇതിലുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ, ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. അങ്ങനെ ഒരു ബഡ്ജറ്റാണ് ഏത്, ഫൈനാൻഷ്യൽ ബഡ്ജറ്റിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വർഷത്തെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ എക്സ്പെൻഡിച്ചറുകളും അതത് വർഷങ്ങളിലെ ബഡ്ജറ്റുകളിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് നോക്കണം അല്ലേ. ഇത് ബാലൻസ് ഷീറ്റിൽ എഫക്റ്റ് ചെയ്യും. കാരണം എന്താ, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റുകളായിട്ടുള്ള അക്കൗണ്ട് റിസീവബിൾ, ഇൻവെൻട്രി, അക്കൗണ്ട്സ് പേബിളിനൊക്കെ ഇതെന്ത് ചെയ്യും, ബാധിക്കുന്നുണ്ട്.